ഹലോ ബച്ചോ, ഹായ്, നമസ്തേ. മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഹൈലി പ്രയോറിറ്റി ആയിട്ടുള്ള ഓണം എക്സാമിന് ശേഷം ക്രിസ്മസ് എക്സാമിലേക്ക് കിടക്കുമ്പോൾ ഹൈലി പ്രയോറിറ്റി ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ നോക്കിയാലോ. എങ്ങനെയാണ് ഗഗൻ ഗിൽ എന്ന് എഴുതിയിട്ടുള്ള ഓദറിന്റെ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദില്ലി മേ ഉന്നീന്ദ എന്ന് പറഞ്ഞ പാഠഭാഗം നമുക്ക് വളരെ ക്വിക്കായിട്ട് മനസ്സിലാക്കാം. റെഡി വെച്ചോ, നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കിടക്കാം. യെസ്, संस्मरण लगेगा गगन गिल और एक बेगर ഓട്ടോ ഡ്രൈവർ രാജാറാം കി ബീച്ച് ഹുയി മുലാഖാത്ത് കാ വർണ്ണൻ ഹേ. ഇതെന്ന് വെച്ചാൽ ഈ ഒരു സംസ്മരണ ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ ലേഖികയായിട്ടുള്ള ഗഗൻ ഗില്ലും അതുപോലെ തന്നെ ബേഗർ വീടില്ലാത്ത ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള രാജാറാമും തമ്മിലുള്ള കണ്ടുമുട്ടലിന്റെ വർണ്ണനയെ കുറിച്ചാണ്. അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴുള്ള വർണ്ണനയാണ്. ആരൊക്കെയാണ് ലേഖികയായിട്ടുള്ള ഗഗൻ ഗില്ലും അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ആരാണ് നമ്മുടെ രാജാറാമും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. ലേഖിക ദില്ലി മേ ഏക് ഷാം ദില്ലി മേ ഏക് ഷാം വൈകുന്നേരം രാജാറാം കെ ഓട്ടോ മേ बैठती है और देखती है कि वह बहुत थका हुआ और बीमार है. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് എവിടെയാണ് ഓട്ടോ ഡ്രൈവറിന്റെ ആ രാജാറാമിന്റെ ഓട്ടോയിൽ വന്ന് ഇരിക്കുമ്പോൾ ലേഖിക മനസ്സിലാക്കുവാണ് ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഈ രാജാറാം വളരെ ക്ഷീണിതനും അതുപോലെ തന്നെ അസുഖബാധിതമായിട്ടും ആർക്ക് തോന്നുവാണ്, ലേഖികയായിട്ടുള്ള ഗഗൻ ഗില്ലിന് തോന്നുവാണ്. രാജാറാമിന്റെ ഓട്ടോയിൽ ഇരുന്നപ്പോൾ രാജാറാം വളരെയധികം അസുഖരഹിതനും അതായത് അസുഖപൂർണ്ണമായിട്ടും അതുപോലെ തന്നെ എന്താണ് തക്കാഹുവ ക്ഷീണിതനുമായിട്ടും ആർക്ക് തോന്നുവാണ്, ഗഗൻ ഗില്ലിന് തോന്നുവാണ്. റെഡി, അടുത്തെന്താണ് बात करने पर पता चलता है कि राजाराम कई सालों से अपने ऑटो में ही सोता है. സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാണ് ലേഖികയായിട്ടുള്ള ഗഗൻ ഗിൽ രാജാറാം ഒരുപാട് വർഷങ്ങളായി തന്റെ ഓട്ടോയിൽ തന്നെയാണ് താമസിക്കുന്നതും उसका सारा सामान एक कंबल कुछ कपड़े और एक कटोरा यात्रियों की सीट के नीचे रखा है. അദ്ദേഹത്തിന് ഒരുപാട് സാധനങ്ങളായിട്ടുള്ള കമ്പിളി ആയിക്കോട്ടെ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ തന്റെ പിറകിലെ സീറ്റിലാണ് വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബാക്കിലിരിക്കുന്ന ആൾക്കാരില്ല, അവരുടെ സീറ്റിന്റെ താഴെ വലിയൊരു സീറ്റില്ല, അതിന്റെ താഴെ തന്നെയാണ് ഇദ്ദേഹം ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഓട്ടോയിൽ തന്നെയാണ് താമസിക്കുന്ന ഒരാളാണ് നമുക്ക് കാണാം. ലേഖിക ജോ ഏക് റേഡിയോ പ്രോഗ്രാം ബനാ രഹി ഹൈ. ലേഖിക എന്താണ് റേഡിയോ പ്രോഗ്രാം ചെയ്യാണ്. ഉസെ ഇന്റർവ്യൂ കെ ലിയെ അപ്നെ ഘർ ബുലാത്തി ഹൈ. ലേഖിക ഇന്റർവ്യൂക്കായിട്ട് രാജാറാമിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുവാണ്. അപ്പോഴാണ് വഹ് രാജാറാം ബതാതാ ഹൈ കി വഹ് ഗരീബ് और भूखमरी के कारण उत्तर प्रदेश उन्नाव जिले से दिल्ली आया था. ഉത്തർപ്രദേശ് ഭൂക്മരി പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എവിടെയാണ് ഉന്നാവ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഗാവ് ജില്ലയിൽ നിന്ന് നേരെ എവിടെ വന്നത്, ഡൽഹിയിലേക്ക് വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജബ് ലേഖിക ഉസെ പൂछती है कि उसके लिए एक अच्छा दिन था ക്യാ ഹോത്താ അച്ഛാ ദിൻ, ഒരു നല്ല ദിവസം എന്ന് പറയുന്നത് എന്താണെന്ന് ലേഖിക ആരോട് ചോദിക്കുവാണ്, നമ്മുടെ ആരോടാണ് നമ്മുടെ രാജാറാമിനോട് ചോദിക്കുമ്പോൾ രാജാറാം പറയാണ്, എന്താണ് പറയുന്നത്, സിർഫ് ദോ വക്ത് കി റോട്ടി മിൽ ജാനെ ഹി ഉസ്കെ ലിയെ ഖുശി കി ബാത് ഹൈ. 2 നേരത്തെ ആഹാരം കിട്ടുന്നതാണ് ഒരു നല്ല ദിവസം എന്ന് ആര് പറയാണ്, രാജാറാം. അത്രയും പട്ടിണിയും അത്രയും ദാരിദ്ര്യത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രാജാറാമിന്റെ ഒരു കഷ്ടപ്പാടാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? യേ സുൻകർ ലേഖിക കോ ഗഹരാ എഹ്സാസ് ഹോത്താ ഹൈ കി വേ ദോനോ ഏക് ഹി ഷഹർ മേ രഹത്തെ ഹുए भी दो अलग अलग दुनिया में जी रहे. ഒരേ ഷഹറിൽ ഒരേ പട്ടണത്തിൽ നിന്നുകൊണ്ട് വളരെ വ്യത്യസ്തമായ 2 ലോകങ്ങളിലാണ്. ഒന്ന് പട്ടിണിയുടെയും വീടില്ലാത്തയും ലോകം. ഏക് ഭൂഖ് और बेगर की दुनिया, दूसरा घर और अन्न की दुनिया. घर और अन्न എന്ന് പറഞ്ഞതാണ് ആരുടെ വീട് ആരുടെ ലോകം എന്ന് പറയുന്നത്. ഗർ എന്ന് പറഞ്ഞാൽ വീട്, അന്ന എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ഗർ അവർ അന്നയ്ക്ക് ദുനിയാണ് നമ്മുടെ ലേഖികയായിട്ടുള്ള ഗഗൻ ഗില്ലിനെങ്കിൽ രാജാറാമിന്റെ ദുനിയ എന്ന് പറയുന്നതാണ് ലോകം എന്ന് പറയുന്നത്. ബേഗർ അവർ ഭൂക്കാണ്, വീടില്ലായ്മയും വിശപ്പിന്റെയും ലോകമാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏക് അന്നയ്ക്ക് ദുനിയ और दूसरी भूख की दुनिया, ഒന്ന് അന്നത്തിന്റെയും മറ്റേത് വിശപ്പിന്റെയും ലോകം. ഏക് ഗർ की दुनिया और दूसरी बेगरी की दुनिया, ഒരു വീടിന്റെ ദുനിയമാണെങ്കിൽ ഒന്ന് ഒരാൾക്ക് വീടുണ്ടെങ്കിൽ മറ്റേക്ക് വീടില്ല. അതായത് ലേഖികയെ സംബന്ധിച്ച് വീടും ഭക്ഷണമൊക്കെ ഉണ്ട്. അതാണ് ലേഖികയെ സംബന്ധിച്ച് എന്താണ് ഗർ और അന്നയ്ക്ക് ദുനിയ. മറിച്ച് രാജാറാമിനെ സംബന്ധിച്ച് എന്താണ് പട്ടിണിയായിട്ടില്ല. ഓക്കെ, ബൂക്ക് ഔർ ബേഗർ കി ദുനിയ, ബേഗർ എന്ന് പറഞ്ഞാൽ വീടില്ലായ്മയുടെ ദുനിയ. ഇങ്ങനെ 2 വ്യത്യസ്തമായ തലങ്ങളിലാണ് 2 ആൾക്കാർ ഒരേ പട്ടണത്തിൽ ജീവിക്കുന്നതെന്ന് പറയുന്ന ഗഗൻ ഗില്ലിന്റെ ദില്ലി മേ ഉന്നീന്ദ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഇതിന്റെ മലയാളം വേർഷൻ ഓൾസോ ഹമാരെ പാസ് അവൈലബിൾ നമ്മുടെ അടുത്തുണ്ട്. സോ ഒന്നാമത്തെ യൂണിറ്റ് മുതൽ ഇതടക്കം നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സ് 1 മുതൽ 5 യൂണിറ്റ് വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ ഈസി സമ്മറി, മലയാളവും ഹിന്ദി അടങ്ങുന്ന ഈ ഒരു സമ്മറി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഡ്രൈവിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ജസ്റ്റ് എൻ്റെ ജിമൻ സാർ റിജു പോട്ടെന്നതിൽ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ SLC ചാനൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മാത്രം മതി. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SLC ചാനലിലെ ലിങ്ക് ലഭിക്കുന്നതായിരുന്നു. നേരെ SLC ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് അവിടെ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചോളൂ, നല്ല രീതിയിൽ എക്സാമിന് മാർക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് ഷെയർ ചെയ്തോളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, കമന്റ് ആയിട്ട് ഇടാം. സോ ഇതുപോലത്തെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സിനായിട്ട് ജസ്റ്റ് अब कमेंट में डालो, मैं आऊँगा. रेडी बच्चों, तो मिलते हैं इन നടക്കുന്ന കൃത്യം 5 മണിക്ക് നടക്കുന്ന നമ്മുടെ SLC ലൈവിൽ എല്ലാവരും പങ്കെടുക്കുക. तो बच्चों मिलते हैं लाइव के अंदर. तब तक के लिए धन्यवाद. थैंक यू. जय हिंद.